ഈ കർത്താവിനെ പോലെ കരുണയുള്ള വേറെ അല്ലെങ്കിൽ നമ്മളിവിടെ കാണുമോ? എത്ര പ്രാവശ്യം പെറുവിറുത്തു, എത്ര പ്രാവശ്യം കുറ്റം പറഞ്ഞു, എത്ര പ്രാവശ്യം മതിയെന്ന് പറഞ്ഞു, എത്ര പ്രാവശ്യം ചത്താ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പോഴും ജീവനോട് ഇരിക്കുക. ചത്തോ? ഇപ്പൊ ചത്ത പോലെ അവസ്ഥ ഇരിക്കുന്നതാ. അങ്ങനെയാ? അല്ല. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് സ്വന്തം ശരീരത്തെ കംപ്ലീറ്റ് വിട്ടുകൊടുത്തിട്ടാ. അവന്റെ ശരീരത്തെ തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. വിട്ടുകൊടുത്തപ്പോൾ ആ ശരീരം കംപ്ലീറ്റ് തകർക്കപ്പെട്ടു. എന്തിനു വേണ്ടി? എന്നെ നിന്നെ ഉയർത്താൻ, എന്നെ നിന്നെ നിത്യതയിലെത്തിക്കാൻ, എന്നെ നിന്നെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കാൻ, എന്നെ നിന്നെ ചേറ്റിൽ നിന്ന് വലിച്ചെടുക്കാൻ, എന്നെ നിന്നെ ഉയർത്തി മാനിക്കാൻ, എന്നെ നിന്നെ തകർത്ത് കളയാൻ മനസ്സില്ലാത്തത് കൊണ്ട് ആ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. എന്നാൽ ഒരു നാളിൽ സകലരും അവനെ നോക്കും, അവനെ നോക്കി നിൽക്കുമെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നെങ്കിൽ അവനെ കുത്തിയവർ അവനെങ്കിലേക്ക് നോക്കുന്ന ദിവസം വരുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു സമയമായിക്കൊണ്ടിരിക്കുക.